Welcome to the class. Consumer Protection Act 2019 എന്നുള്ള വീഡിയോ സീരീസിൽ നമ്മൾ ഡെഫിനിഷൻസിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് നമ്മൾ ഡിഫെക്റ്റ് എന്നുള്ള ടേമിന്റെ ഡെഫിനിഷൻ എന്താണ് എന്ന് മനസ്സിലാക്കാം. ഓക്കെ, യെസ്. അപ്പോൾ സെക്ഷൻ 2-ലാണല്ലോ എല്ലാ നിർവചനങ്ങളും ഉള്ളത്. എല്ലാ ഡെഫിനിഷൻസും സെക്ഷൻ 2-ലാണ് ഈ ആക്ടിന്റെ. അതിൽ സെക്ഷൻ 2 ക്ലോസ് 10-ലാണ് ഡിഫെക്റ്റ് എന്നുള്ള വാക്കിനെ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എന്താ പറയണത്? എനി ഫോൾട്ട്, അതായത് എന്തെങ്കിലും ഒരു കുഴപ്പം അതിലുണ്ടെങ്കിൽ, എനി ഫോൾട്ട്, ഇംപെർഫെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? എങ്ങനെയാണോ വേണ്ടത് അതുപോലെ ആയിട്ടില്ല, അല്ലെ? അത് പെർഫെക്റ്റ് ആയിട്ടില്ല. ഓർ ഷോർട്ട് കമ്മിങ്, എന്തെങ്കിലും ഒരു കുറവ് അതിലുണ്ട്. ഓക്കെ, അപ്പൊ ഫോൾട്ട് ആവാം, ഇംപെർഫെക്ഷൻ ആവാം, ഷോർട്ട് കമ്മിങ് ആവാം. ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മളൊരു പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോൾ അത് എന്താണോ വേണ്ടത്, എക്സ്പെക്റ്റഡ് ആയിട്ടുള്ളത്, അതില്ല, അതിൽ എന്തോ ഒരു കുറവ്, എന്തോ ഒരു പ്രശ്നം ആ പ്രൊഡക്റ്റിനുണ്ട്. ഓക്കെ, ഇനി ഈ കുറവുകൾ, ഈ പ്രശ്നങ്ങൾ എന്തിനെ കുറിച്ചാവാം? ഇൻ ദ ക്വാളിറ്റി, ക്വാണ്ടിറ്റി, പൊട്ടൻസി, പ്യൂരിറ്റി ഓർ സ്റ്റാൻഡേർഡ്. ഓക്കെ, അപ്പോൾ അത് വേണ്ടത്ര അളവിലില്ലാത്തതാവാം, വേണ്ട ക്വാളിറ്റി, ഇപ്പൊ നമ്മൾ പറയുന്ന ആ ക്വാളിറ്റിയിലല്ല. ഇപ്പൊ ഡാർജിലിംഗ് ടീ എന്ന് പറഞ്ഞ് നമ്മൾ വാങ്ങിക്കുന്നത് ഡാർജിലിംഗ് ടീ തന്നെ ആയിരിക്കണം. മറിച്ച് അത് ആസാം ടീ ആണെങ്കിൽ അതൊരു ഷോർട്ട് കമ്മിങ് ആണ്. ആസാം ടീ എന്ന നിലയ്ക്ക് അതൊരു നല്ല ചായ ആണെങ്കിൽ പോലും അത് ഡാർജിലിംഗ് ടീ ആവണില്ലല്ലോ. അപ്പൊ ക്വാളിറ്റിയിലുള്ള ഡിഫറൻസ് ആണ്. പൊട്ടൻസി, ഒരു സാധനം വാങ്ങിക്കുമ്പോൾ അത് എന്ത് ചെയ്യും? ഇപ്പൊ 100 വാട്ടിന്റെ ഒരു ബൾബ് വാങ്ങിച്ചാൽ അത് 100 വാട്ടിന്റെ ബൾബ് എത്ര ലൈറ്റ് തരൂ അത്ര ലൈറ്റ് തരണ്ടേ? അത് 80 വാട്ടിന്റെ ബൾബിന്റെ ലൈറ്റ് തരണുള്ളൂ എങ്കിൽ അത് പൊട്ടൻസിയിലുള്ള കുറവാണ്. അതിന് എന്ത് ചെയ്യാൻ പറ്റും? പരമാവധി നമ്മൾ എന്ത് എക്സ്പെക്ട് ചെയ്യണു, എത്ര എക്സ്പെക്ട് ചെയ്യണു അത്ര അതിന് തരാനുള്ള കഴിവില്ല. ഓക്കെ, അപ്പൊ അത് പൊട്ടൻസിയിലുള്ള ഒരു കുറവാണ്. പ്യൂരിറ്റി, നമ്മളിപ്പോ 24 ക്യാരറ്റ് ഗോൾഡ് വാങ്ങിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 22 ക്യാരറ്റ് ഗോൾഡ് ആണെങ്കിൽ അത് പ്യൂരിറ്റിയിലുള്ള ഒരു പ്രശ്നമാണ്, അല്ലെ? സ്റ്റാൻഡേർഡ്, നമ്മൾ ഏത് സ്റ്റാൻഡേർഡിലുള്ള പ്രോഡക്റ്റ് ആണ് എക്സ്പെക്ട് ചെയ്യണത്. ഇപ്പോൾ ചായ വാങ്ങിക്കുമ്പോൾ, കോഫി വാങ്ങിക്കുമ്പോൾ ഒക്കെ ഓരോ പെർട്ടിക്കുലർ സ്റ്റാൻഡേർഡിൽ നമ്മൾ വാങ്ങിക്കും, അല്ലേ? ഇപ്പോൾ ഈവൻ അരി വാങ്ങിക്കുമ്പോഴും ഗോതമ്പ് വാങ്ങിക്കുമ്പോഴും ഒക്കെ ഉണ്ട്. അപ്പോൾ ആ പെർട്ടിക്കുലർ സ്റ്റാൻഡേർഡിൽ ആണ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന സാധനം ആ സ്റ്റാൻഡേർഡിലുള്ളതാവണം, അതിലും കുറഞ്ഞ നിലവാരത്തിലുള്ളതാവാൻ പാടില്ല. ഓക്കെ, ഇപ്പോൾ ഈ ക്വാളിറ്റി, ക്വാണ്ടിറ്റി, പൊട്ടൻസി, പ്യൂരിറ്റി, സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് എങ്ങനെയാണ് തീരുമാനിക്കുക? എത്രയാണ് ക്വാണ്ടിറ്റി, എത്രയാണ് ക്വാളിറ്റി, അല്ലെങ്കിൽ പൊട്ടൻസി, പ്യൂരിറ്റി, സ്റ്റാൻഡേർഡ് വിച്ച് ഇസ് റിക്വയർഡ് ടു ബി മെയിൻറ്റെയിൻഡ്. അതായത് ഒരു സാധനം നമ്മൾ വിൽക്കുമ്പോൾ എന്ത് പറഞ്ഞിട്ടാണോ വിൽക്കണത്, എവിടെയാണോ വിൽക്കണത്, അപ്പോൾ അതിനനുസരിച്ച് നിയമം അതിനൊരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഡാർജിലിംഗ് ടീ സെല് ചെയ്യണ സമയത്ത് അത് ഒറിജിനലി ഓതന്റിക് ആയിട്ട് ഡാർജിലിംഗിൽ നിന്ന് വന്ന ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ഉള്ള ഒരു സാധനം ആയിരിക്കണം എന്നത് അത് നിയമം സെറ്റ് ചെയ്യണ ഒരു സ്റ്റാൻഡേർഡ് ആണ്. അതിലും കുറഞ്ഞാൽ അത് പ്രശ്നമായി. ഓക്കെ, അപ്പൊ നിയമം പറയുന്ന ഒരു സ്റ്റാൻഡേർഡ് റിക്വയർഡ് ടു ബി മെയിൻറ്റെയിൻഡ് ബൈ എനി ലോ, അതായത് ഓരോ വിൽപ്പനയുമായി ബന്ധപ്പെട്ടും നിലനിൽക്കുന്ന നിയമങ്ങളിൽ പറയുന്ന സ്റ്റാൻഡേർഡിലും താഴെയാണ് ഈ ക്വാളിറ്റിയോ, ക്വാണ്ടിറ്റിയോ, പൊട്ടൻസി, പ്യൂരിറ്റി, സ്റ്റാൻഡേർഡ് എങ്കിൽ. ഓക്കെ, ഇനി അത് മാത്രല്ല, നിയമപരമായിട്ടൊരു കീപ്പ് ചെയ്യുന്ന ഒരു സ്റ്റാൻഡേർഡിന് പുറമെ വിൽക്കുന്ന സമയത്ത് വിൽപ്പനക്കാരൻ പറയുന്ന എക്സ്പ്രസ്ലി ഇംപ്ലൈഡ് ഓർ ക്ലെയിംഡ് ബൈ ദ ട്രേഡർ പറയാണ് ഇത് ഇന്ന പ്രോഡക്റ്റ് ആണ്, ഈ പ്രോഡക്റ്റിന് ഇന്ന ക്വാളിറ്റി ഉണ്ട് എന്ന് പറഞ്ഞു വിൽക്കുകയാണെങ്കിൽ ആ ക്വാളിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ അതും ഒരു ഡിഫക്റ്റ് ആണ്, അല്ലെ? നമ്മൾ എന്ത് പറഞ്ഞാണ് ഒരു പ്രോഡക്റ്റ് വിൽക്കുന്നത്, ഏത് തരത്തിലാണോ നമ്മൾ അതിനെ വിൽക്കാൻ ശ്രമിക്കുന്നത്, ഏത് കോൺട്രാക്റ്റിന്റെ അണ്ടറിലാണ് നമ്മൾ അതിനെ വിൽക്കുന്നത്, അപ്പൊ അവിടെയൊക്കെ നമ്മൾ പറയുന്ന ട്രേഡർ വിൽപ്പനക്കാരനോട് പറയുന്ന ക്വാണ്ടിറ്റിയും, ക്വാളിറ്റിയും, പ്യൂരിറ്റിയും ഒക്കെ ഈ പ്രോഡക്റ്റിന് ഉണ്ടാവണം. ഇപ്പൊ നമ്മളോട് പറഞ്ഞതിൽ നിന്നും, നിയമപരമായി മെയിൻറ്റെയിൻ ചെയ്യേണ്ടതിൽ നിന്നും നിലവാരം കുറഞ്ഞ അല്ലെങ്കിൽ ആ ക്വാളിറ്റി ഇല്ലാത്ത, പൊട്ടൻസി ഇല്ലാത്ത ഒരു പ്രോഡക്റ്റ് ആണ് നമുക്ക് കിട്ടുന്നത് എങ്കിൽ അതിനെയാണ് ഡിഫക്റ്റീവ് പ്രൊഡക്റ്റ് എന്ന് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം പറയാം. ഓക്കെ, ഇവിടെ പ്രത്യേകമായിട്ട് പറയുന്നത് ഈ പറഞ്ഞതൊക്കെ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ഫോൾട്ട് ആവാം, ഇംപെർഫെക്ഷൻ ആവാം, ഷോർട്ട് കമ്മിങ് ആവാം. ഇതൊക്കെ എന്തിലാവാം? ക്വാളിറ്റി, ക്വാണ്ടിറ്റി, പൊട്ടൻസി, പ്യൂരിറ്റി, സ്റ്റാൻഡേർഡ്, ഇതിൽ ഏതിലെങ്കിലും ഉള്ള ഒരു കുഴപ്പമാവാം. ഈ സ്റ്റാൻഡേർഡ് തീരുമാനിക്കുന്നത് എങ്ങനെയാണ്? നിയമപരമായി സെറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ആവാം, അതല്ലെങ്കിൽ വിൽക്കുന്ന സമയത്ത് വിൽപ്പനക്കാരൻ പറയുന്ന ഒരു സ്റ്റാൻഡേർഡ് ആവാം. ഈ പറഞ്ഞ സാധനം ഇതിലില്ലെങ്കിൽ, ഈ ഇല്ലായ്മ വിത്ത് റെഫറൻസ് ടു എനി ഗുഡ്സ് ഓർ പ്രൊഡക്റ്റ്. ഓക്കെ,
വിൽക്കുന്ന സാധനങ്ങളുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള ഒരു നിലവാരക്കുറവ്, ഒരു ക്വാണ്ടിറ്റിയുടെ കുറവ്, ഒരു സ്റ്റാൻഡേർഡിന്റെ കുറവ്, ഒരു കുഴപ്പം, ഒരു പ്രശ്നം, ഒരു ഇംപെർഫെക്ഷൻ ഈ പ്രൊഡക്റ്റിൽ ഉണ്ടെങ്കിൽ അതിനെയാണ് ഡിഫെക്റ്റ് എന്ന് സെക്ഷൻ 2 സബ് ക്ലോസ് 10 പ്രകാരം ഡിഫൈൻ ചെയ്യുന്നത്. ഇവിടെ പ്രത്യേകമായിട്ട് ഇൻ റിലേഷൻ ടു എനി ഗുഡ്സ് ഓർ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇത് വിത്ത് റെഫറൻസ് ടു സർവീസസ് ആണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഒരു ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്തു, അവിടെ നമുക്ക് വേണ്ടത്ര നമ്മൾ പ്രതീക്ഷിച്ചത്ര, അല്ലെങ്കിൽ 5 സ്റ്റാർ ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്തു, നമുക്ക് 5 സ്റ്റാർ ഫെസിലിറ്റീസ് കിട്ടുന്നില്ല എങ്കിൽ അതും ഒരു ഇംപെർഫെക്ഷൻ ആണ്. പക്ഷെ അതിനെ നമുക്ക് ഡിഫെക്റ്റ് എന്ന് പറയാൻ പറ്റില്ല. അതിനെ തൊട്ട് ഇനി വരുന്ന ടേമിൽ ഡിഫൈൻ ചെയ്യുന്നുണ്ട് ഡെഫിഷ്യൻസി എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പൊ ഡിഫെക്റ്റ് എന്ന് പറയുമ്പോൾ എപ്പോഴും അതൊരു ഫോൾട്ട്, ഇംപെർഫെക്ഷൻ അല്ലെങ്കിൽ ഷോർട്ട് കമ്മിങ് വിത്ത് റെഫറൻസ് ടു ഗുഡ്സ് ഓർ പ്രൊഡക്റ്റ് ആയിരിക്കണം. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ പ്രത്യേകമായി മനസ്സിലാക്കേണ്ടത്. ഡിഫെക്റ്റ് എന്നുള്ള വാക്ക് ഗുഡ്സുമായി ബന്ധപ്പെട്ട് മാത്രമാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ഉപയോഗിക്കുന്നത്. ഡെഫിഷ്യൻസി എന്താണെന്ന് മനസ്സിലാക്കാൻ ഇനി തൊട്ടടുത്ത വീഡിയോ, ഞാൻ അടുത്ത വീഡിയോയിൽ ഡെഫിഷ്യൻസി എന്താണെന്ന് പറയാം. ഓക്കെ, ടിൽ ദെൻ ബൈ.